സൂക്ഷിച്ചു. എന്റെ കുഞ്ഞായത്, എന്നെങ്കിലും എന്റെ ആ തോട്ടത്തിന്റെ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചാൽ താൻ ഈ വള്ളം എനിക്ക് തന്നെ തിരിച്ചു തരണം. തന്ന പണം പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരാം. ബാലണ്ണി കള്ളക്കളി കളിക്കല്ലേ? ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. എനിക്ക് 2 ജോക്കറുണ്ട്. നീ കൂടെ കുട്ടി 3. ജോക്കർ ക്യൂനല്ലേ? അല്ല. അടിച്ചു. മാറ്റി ഒരു കുപ്പി കള്ളിങ്ങടാ. കാലിയാ. ഷാപ്പിൽ പോയി 2 കുപ്പി വാങ്ങിച്ചോണ്ട് പോവാ പാപ്പി. ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇന്ന് ഷാപ്പിൽ പോയി കള്ളു കുടിച്ചാലോ? ശരിയാ, വല്ലതും തൊട്ടുകൂട്ടി അടിക്കാമല്ലോ. ഞാനും വരാം. പാപ്പി എവിടുന്നാ? വള്ളത്തിന് കാവലാന്നേ. ചെരുന്നോണം. അവസാനം മേരിക്കുട്ടി പറഞ്ഞു, ഇനി മേലാൽ എന്റെ പിറകെ നടന്ന അടിച്ച് നിന്റെ പല്ലളക്കും. അത് ന്യായം. നോക്ക്, ഇതാ പണിക്കരുടെ സിൽബന്തി രാവൺ എന്തോ ദുരുദ്ദേശമുണ്ട്. അല്ല രാവണി, ഈ പന്തൊക്കെ ആയിട്ട് എങ്ങോട്ടാ? പാതിരാത്രിക്ക് തവള പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലയോ? അല്ലടാ, ഇല്ലിക്കക്കൊട്ടപ്പായ ഒരു വിറവെള്ളം വാങ്ങിച്ചിട്ടില്ലേ, അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാ. ശരി, ഇല്ലിക്ക ചുണ്ടാൻ കത്തിക്കാൻ പോവാണോ? ആ വിവരം നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളോട് വരത്തില്ലേ? അത് കൊള്ളാം. അവന്മാര് പന്തങ്ങളൊക്കെ ആയിട്ടാ വന്നത്. വള്ളം കത്തിക്കാനുള്ള പ്ലാൻ ആയിരുന്നെന്നാ തോന്നുന്നു. അച്ചായോ, എന്ത് വന്നാലും പണിക്കരുടെ വീട് കത്തിക്കണം. അതൊന്നും വേണ്ട. എന്റെ അഭിപ്രായത്തില് ഒരു ഭീഷണി നിലനിർത്തുന്നതാണ് നല്ലത്. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പ്രായിക്കരെ അപ്പേ വരുത്താം. അവനാവുമ്പോ അമരവും കാത്തോളും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ധീരതയോടെ നയിച്ചോളൂ. നമ്മുടെ അപ്പ, നമ്മുടെ അപ്പ, നമ്മുടെ അപ്പ, നമ്മുടെ അപ്പ സിന്ദാബാദ്, നമ്മുടെ അപ്പ സിന്ദാബാദ്, നമ്മുടെ അപ്പ സിന്ദാബാദ്, നമ്മുടെ അപ്പ സിന്ദാബാദ്. പൈച്ചാല് തൊട്ടിരിച്ചാൽ പൈച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ, അക്കളി തീക്കളി സൂക്ഷിച്ചോ. പൈച്ചാൻ സിന്ദാബാദ്, പൈച്ചാൻ സിന്ദാബാദ്, റൈക്കരപ്പ സിന്ദാബാദ്, റൈക്കരപ്പ സിന്ദാബാദ്. കളിയാ പണിക്കരെ കെട്ടുകെട്ടിക്കാൻ, കളിയാ പണിക്കരെ കെട്ടുകെട്ടിക്കാൻ റൈക്കരപ്പ രംഗത്ത്, റൈക്കരപ്പ രംഗത്ത്. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലികെട്ട്, പൊന്നിന്റെ താലി വേണം, നല്ല കാതിലോല വേണം. നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം, നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം. ഓ കള്ളിപ്പെണ്ണിൻ കല്യാണത്തിന് ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലികെട്ട്, പൊന്നിന്റെ താലി വേണം, നല്ല കാതിലോല വേണം. തോണിയിൽ ചിങ്ങ നിലാവത്ത് തോണി തുഴയുമ്പോൾ അകലെ കടലിൻ കഥകൾ ചൊല്ലിത്തന്നോളേ. താമരത്തോണിയിൽ ചിങ്ങ നിലാവത്ത് തോണി തുഴയുമ്പോൾ അകലെ കടലിൻ കഥകൾ ചൊല്ലിത്തന്നോളേ. പെണ്ണാളെ കണ്ണാളെ ഇന്നല്ലേ കല്യാണം, പൊന്നോട് പാട്ടൊത്ത് വന്നല്ലോ പൊന്നോടം. കായലിൽ പാട്ടൊന്ന് കേട്ടപ്പോ ചെല്ലച്ചേറു പെണ്ണെ നാണമായോ. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലികെട്ട്, പൊന്നിന്റെ താലി വേണം, നല്ല കാതിലോല വേണം.
അടുക്കുമ്പോൾ കരയിൽ തകരും തിരകൾ എന്തേ ചൊല്ലുന്നു. കായൽ വരമ്പത്ത് കല്യാണച്ചക്കന്റെ തോണിയടുക്കുമ്പോൾ കരയിൽ തകരും തിരകൾ എന്തേ ചൊല്ലുന്നു. പാലക്കോ പൂവില്ല, നാടൊട്ടും പൂവില്ല, പൂവായ പൂവൊക്കെ വേലിക്കും പോയല്ലോ. ഒരു പിടിപ്പൂവ് കടവും ചോദിച്ച് അലയുകയാണ് തെമ്മാടിക്കാറ്റ്. പാലക്കോ പൂവില്ല, നാടൊട്ടും പൂവില്ല, പൂവായ പൂവൊക്കെ വേലിക്കും പോയല്ലോ. ഒരു പിടിപ്പൂവ് കടവും ചോദിച്ച് അലയുകയാണ് തെമ്മാടിക്കാറ്റ്. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലികെട്ട്. പൊന്നിന്റെ താലി വേണം, നല്ല കാതിലോല വേണം. നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം. നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം. കല്ലിപ്പെണ്ണിൻ കല്യാണത്തിന് ഞങ്ങളും 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 പോണേ. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലികെട്ട്. പൊന്നിന്റെ താലി വേണം, നല്ല കാതിലോല വേണം. അപ്പുറത്തെ സൈഡിൽ പേര് കേട്ട 2 ചട്ടമ്പിമാരുണ്ടായിരുന്നു. മിന്നൽ പരമവും മലത്ത് കേശവൻ. കേശവന്റെ കൂടെ തെക്കൂന്ന് വന്നവരാ തമിഴ്നാട്ടുകാര്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്തും. കുത്തിയാ പിന്നെ കത്തി ഊരിയല. അതാ അവരുടെ നാട്ടിലെ പഴക്കം. അത്ര പെട്ടെന്നൊന്നും അവന്മാര് കുത്തിയ കത്തി ഊരിയെടുക്കാൻ ഒക്കുകയല്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാര് കുറെ വിഷമിക്കും. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? അന്ന് ഞാൻ ഒറ്റയ്ക്കാ. അവന്മാര് കാറിൽ നിന്ന് വന്ന് ഇറങ്ങിയതും ഞാൻ 4-5 നമ്പറുകൾ അങ്ങ് കാണിച്ചു. വടിവാള് വീശ്, കമ്പടി ആക്ഷൻ, 8-10 ചുവടുകള്, പിന്നെ കളരിപ്പയറ്റിലെ 3-4 മുറകള്. കേശവൻ ആദ്യം പിടി കിട്ടിയില്ല. പക്ഷെ പരമൂന്ന് കാര്യം മനസ്സിലായി, ഞാൻ തൊഴിൽ പഠിച്ചവരാണെന്ന്. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? അവ പാക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് പ്ലെയേഴ്സ് എടുത്ത് എന്റെ നേരെ അങ്ങ് നീട്ടിയിട്ട് പറയുക, വലിക്ക ആശാനെ വലിക്ക്, ആശാൻ നമ്മുടെ ഗുരുവാന്ന്. പിന്നെ 3 ആളും കൂടി ഒരു വിലസി കുറെ കാലം. നമ്മൾ ആദ്യമേ കൂടേണ്ടതായിരുന്നു. എനിക്കും കൂറ് ഇവിടെ തന്നെയാ മുതലാളി. പിന്നെ ആദ്യം അവന്മാരും ഒന്ന് വിളിച്ചു, ഞാൻ പോയി, അത്രേ ഉള്ളൂ. പണിക്കരെ, ജയിച്ചെന്ന് തോന്നുന്നുണ്ടായിരിക്കൂല്ലയോ? ഒരു കൂലിച്ചട്ടമ്പിയുടെ സഹായമില്ലാതെ തനിക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ലായിരിക്കും. പക്ഷെ കുട്ടപ്പായിക്ക് പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനെയും. പട്ടി കഴുവളവൻ ഇടാകത്താണ്. ഇടാ. ഭാര്യയും പിള്ളേരെയും കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. ഈ വള്ളംകളി കഴിഞ്ഞാൽ നീ നിന്റെ കുടുംബം കാണുമെന്ന് വിചാരിക്കണ്ട. കേട്ടോടാ. അല്ലേ, ഇത് കുഴയുന്ന ലക്ഷണമാണ്. നമുക്ക് അച്ഛനെ ഒന്ന് ഉപദേശിച്ചു നോക്കിയാലോ? വേണ്ട, ഞങ്ങളില്ല. നീ എന്ന് ഉപദേശിച്ചുണ്ടാ മതി. അച്ഛായോ, ഈ പ്രായക്കരെ തല്ലി കൊല്ലാനാണോ തീരുമാനം? വിരട്ടല്ലോടാ, വെറും വിരട്ട്. മോനെ രാജു, അതിന്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം.
എത്ര കൊടികെട്ടിയ ചട്ടമ്പിയാണേലും ഒരുത്തൻ ചങ്കൂറ്റത്തോടെ മുമ്പേ വന്ന് നിന്ന് തട്ടിക്കളയോന്ന് പറഞ്ഞാ ഒന്ന് വരളും. അതാണ്. പക്ഷേ ഈ കേസിൽ ഒരു ചിന്ന അടി കൊടുത്തിട്ടേ പ്രായിക്കരപ്പയെ ഞാൻ ഇവിടുന്ന് വിടും. അത് വേറെ കാര്യം. അത് വേണം. ശരിയാ, അത് വേണ്ടത് തന്നെയാ, അല്ലേടാ ബാലുണ്ണി? പിന്നെ പക്ഷെ അച്ചായോ, രണ്ട് ടീമുകളുടെയും തുഴക്കാരുടെ ഒരു നിലവാരവും വള്ളങ്ങളുടെ ഒരു ക്വാളിറ്റിയും വെച്ച് നോക്കിയാൽ നമ്മൾ ജയിക്കുന്ന പ്രശ്നമില്ല. കടുങ്കൈ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ മേലു വന്ന പണി വല്ലതും ആണോടാ? ആ, ചിലപ്പോ നന്ദിരിക്കും. അയ്യോ, ആ അച്ചായോ, അച്ചായൻ ഇതിലൂടായിരുന്നാ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്ത് പിന്നല്ലോ ആട്ട് വാ കേറ്. ബിയർ അവിടെ വെക്കടാ, അതെല്ലാം കഴിഞ്ഞിട്ട് മതി. ഇവനാരടാ? ആ ബോംബിച്ചെടു. പ്രിയമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ 4 കൊല്ലക്കാലമായി ഭാരത് ട്രോഫി മത്സരവള്ളംകളിയിലെ വിജയികളായ കാളികാവ് ചുണ്ടൻ ശ്രീ പണിക്കരുടെ വക ഈ പ്രദേശത്തെ പൗരമുഖ്യനും പ്രമുഖ കുടുംബക്കാരനുമായ ശ്രീമാൻ രപ്പായി മുതലാളിയും ബിസിനസ്സുകാരനും പൊതുക്കാര്യ പ്രസക്തനുമായ അദ്ദേഹത്തിന്റെ മകൻ കുട്ടപ്പായി എന്ന് വിളിക്കപ്പെടുന്ന ER ഫ്രാൻസിസും ചേർന്ന് ആദ്യമായി നീറ്റിലിറക്കുന്ന പുത്തൻ വള്ളം ഇല്ലിക്കൽ ചുണ്ടൻ. അത് പഴഞ്ഞ വെള്ളം തട്ടിക്കൂട്ടി ഓട്ടയടിച്ചിറക്കിയതാണേ. നീ ഓടാവുന്നു.
കാളികാവ് ചുണ്ടന്റെ പാവന സ്മരണയ്ക്ക് പ്രായിക്കര അപ്പയുടെ പാവന സ്മരണയ്ക്ക് എടാ, അയ്യോ. കഴുത്ത് ഞെരുക്കുന്നു. കാലിപ്പിടി, കാലിപ്പിടി. തള്ളി. തള്ളി. ഓടിക്കോ.